بسم الله العظيم قدرة والشان شديد البطشة والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان ما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരം നിറഞ്ഞ ഉസ്താദന്മാർ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയുള്ള വിദ്യാർത്ഥികൾ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുബന്ധിച്ചുള്ള എക്സ്പ്ലോറിക്ക എന്ന മഹാസംരംഭത്തിലാണ്. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സംരംഭത്തിൽ എനിക്ക് നിർണയിച്ചിരിക്കുന്ന വിഷയം നല്ല കുടുംബം എന്നുള്ളതാണ്. മനുഷ്യന്റെ നന്മക്കായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ് നല്ല കുടുംബം എന്നുള്ളത്. ഭൂമിയിൽ അനവധി ജീവിജാലങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യന്റെ പ്രത്യേകതയാണ് കുടുംബമായി ജീവിക്കൽ എന്നുള്ളത്. ഒരു മനുഷ്യന്റെ കുടുംബം തകർന്നാൽ അവന് മൃഗത്തിന് സമമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു, കാരണം നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ വേണ്ടി. അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം, കുടുംബത്തിൽ സമാധാനം എന്നുള്ളത് അനിവാര്യമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 10 വർഷത്തെ കഠിനാധ്വാനം കൊണ്ടല്ലേ കുടുംബം സ്വന്തമാക്കിയത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവതലമുറകൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? ആരാണ് വിവാഹത്തിന് ലിംഗമെന്നുള്ള അതിർത്തി നിർണയിച്ചത്? ആണിനെ കല്യാണം കഴിക്കാം, പെണ്ണിനെ കല്യാണം കഴിക്കാം. എന്നാൽ കുടുംബം എന്നുള്ളതിന്റെ അടിസ്ഥാനമല്ലേ അവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്? എവിടെ നിന്നാണ് കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കുടുംബം എന്നാൽ എന്താണ്? വിവാഹബന്ധത്തിലൂടെയല്ലേ കുടുംബം എന്നുള്ളത് തുടരുന്നത്. വിവാഹബന്ധത്തിലൂടെയല്ലേ കുടുംബം എന്നുള്ളത് തുടരുന്നത്. ഒരു കുടുംബത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ ഒരു കുടുംബത്തെ, ഒരു മനുഷ്യനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവന്റെ കുടുംബത്തിലേക്ക് ചേർത്തുകൊണ്ടല്ലേ. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവന്റെ കുടുംബത്തെ പേര് പറഞ്ഞുകൊണ്ടല്ലേ, അവന്റെ വാപ്പയുടെ പേര് പറഞ്ഞുകൊണ്ടല്ലേ അവൻ അറിയപ്പെടുന്നത്. അവന്റെ ഉമ്മന്റെ പേര് പറഞ്ഞുകൊണ്ടല്ലേ ആ നാട്ടിൽ അറിയപ്പെടുന്നത്. കഴിഞ്ഞു പോയ സ്വഹാബാക്കളും അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ വാപ്പമാരെ പേരുകളെ ചേർത്തായിരിക്കും അവർ പറയുന്നത്. കാരണം ഒരു നന്മ ചെയ്യുന്നെങ്കിലും അവർ നാട്ടുകാർ പറയുന്നത് ആ കുടുംബത്തിൽപ്പെട്ടവനാണ്. ഒരു തെറ്റ് ചെയ്യുന്നെങ്കിലും അവർ പറയുന്നത് ആ കുടുംബത്തിൽപ്പെട്ടവനാണെന്ന്. ആരെങ്കിലും ഒരു നല്ല കുടുംബം എന്നാൽ എന്താണ്? ഒരു നല്ല കുടുംബം എന്നാൽ നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ഒരുത്തൻ തെറ്റ് ചെയ്താൽ അവനെ നന്നാക്കണം. മറിച്ച് നാട്ടിലിടി, എന്റെ മകൻ തെറ്റ് ചെയ്തു, എന്റെ മകൻ കള്ളുകുടിച്ചു, എന്റെ മകൻ ഭീഷണം ചെയ്തു, എന്റെ മകൻ വ്യഭിചാരിച്ചു എന്ന് നടക്കുന്നതല്ല ഒരു കുടുംബത്തിലുള്ള സദസ്യന് ചേർന്ന പണി. അതല്ല ഒരു തറവാടിത്വം, അതല്ല ഒരു നല്ല കുടുംബം. നല്ല
കുടുംബം എന്നാൽ എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി വൈകിട്ടിയ സമയം പേടിച്ചുകൊണ്ട് ഖദീജ ബീബിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എനിക്ക് പേടിയാകുന്നുണ്ട് ഖദീജ, എനിക്ക് വല്ലാത്ത പേടിയാകുന്നുണ്ട് ഖദീജ. അപ്പോൾ ഖദീജ ബീബി പറഞ്ഞു, നബിയെ തങ്ങളെ നിങ്ങൾ പേടിക്കണ്ട, കാരണം നിങ്ങൾ കുടുംബബന്ധം ചേർത്തവരാണ്. ഒരു കുടുംബബന്ധം കൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. കുടുംബബന്ധം കൊണ്ട് ഒരുപാട് നന്മകളാണ്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നല്ലൊരു മൂളുന്ന ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ആരാണ് മൂളുന്ന ശബ്ദമെന്ന് സ്വർഗ്ഗത്തിന്റെ കാവൽക്കാരനോട് ചോദിച്ചപ്പോൾ അത് നൗമാൻ റളിയല്ലാഹു അൻഹു എന്ന് ആ കാവൽക്കാരൻ പറഞ്ഞു. എന്ത് കാരണം കൊണ്ടാണ് അയാൾ അങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചു, അവർ മാതാപിതാക്കളെ ഖിദ്മത്തെടുത്തു, അവർ മാതാപിതാക്കൾക്ക് വേണ്ടി പോലെ ജീവിച്ചു. സ്വഹാബികൾ രണ്ടാളുകളാണ് സ്വർഗത്തിൽ മാതാപിതാക്കളെ കാരണം കൊണ്ട് സ്വർഗത്തിലേക്ക് പോയവർ. ഒന്ന് നൗമാൻ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നമ്മുടെ മാതാപിതാക്കൾ ആരാണ്? നമ്മുടെ മാതാപിതാക്കൾ 9 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ, ചൊരയെ നീരാക്കി കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാപ്പ. എന്നാൽ മക്കളെ എങ്ങനെയാണെന്നറിയോ ചിന്തിക്കുന്നത്? അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കണോ, അല്ല അവരെ കൊല്ലണോ, അല്ലെങ്കിൽ അവരെ തല്ലണോ, അല്ലെങ്കിൽ വൃദ്ധാശ്രമത്തിലേക്ക് ആക്കണോ? എന്നാൽ ഇസ്ലാം അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്. എന്താണെന്നറിയോ ഇസ്ലാം പഠിപ്പിച്ചത്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജിആദിമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് സമ്മതം ചോദിക്കുകയാണ്. എന്തിനാണെന്നറിയോ സമ്മതം ചോദിക്കുന്നത്? ഞാനും നിങ്ങളെ കൂടെ യുദ്ധത്തിന് പോരട്ടെയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അഹയ്യാ വാലിദുക്കും, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അയാൾ പറയുന്നു, മതേ എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ അതാണ് നിനക്ക് യുദ്ധം. ഇസ്ലാമിലെ പ്രധാന ഘടകമല്ലേ യുദ്ധമെന്നുള്ളവനക്ക് സ്വർഗം എന്നുള്ളത് ഉറപ്പല്ലേ? എന്നാൽ മാതാപിതാക്കളെ ഹിദ്മത്തെടുത്താൽ, യുദ്ധം പോലും അടക്കി നിർത്തി ഹിദ്മത്തെടുത്താൽ അതിനുള്ള കൂലി സ്വർഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളിൽ ഒക്കെയും കുടുംബബന്ധം മാത്രം മുറിച്ചുകൊണ്ട് നടക്കുന്നവരല്ലേ? അല്ലാഹുവായ രാജസീയതായ തമ്പുരാൻ നാളെ നരകത്തിൽ വൈലെന്ന നരകമുണ്ട്. നമുക്കെല്ലാവരും കുടുംബബന്ധം മുറിച്ചവനക്ക് അവിടെ പോകാനുണ്ട്. ഇത്ര പറഞ്ഞുകൊണ്ട് السلام عليكم ورحمة الله وبركاته. محمد الله المجيب كل عداوات لا 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 رب سيغابي جايكم دور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. വേദിയിൽ നിറഞ്ഞിരിക്കുന്ന
ഉസ്താദുമാരെ, അതേപോലെ മുതഅല്ലിം ബാന്ധുക്കളെ, ഇന്ന് ഞാൻ ഖബർ ജീവിതത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് കുറച്ച് വാക്കിൽ പറയാനാണ് ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എന്താണ് ഖബർ ജീവിതം? ആ ഖബർ ജീവിതത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എത്ര ആൾക്കാരാണിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇന്നില്ല. ദുനിയാവിൽ ചെയ്തു വെച്ച എല്ലാം മരിച്ച ഉടനെ ഒന്നുമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ശവപ്പെട്ടിയിൽ കിടക്കുന്ന പോലെ സപ്രപഞ്ചത്തിൽ ദുനിയാവിൽ കടന്ന യുവാവേ, ഖബറിനെ കുറിച്ച് നിനക്കൊന്നു ചിന്തമുണ്ടോ? ആറുമാറുമില്ലാത്ത ഖബറിനെ കുറിച്ച് പറയാൻ നിനക്ക് ആ ചിന്തമുണ്ടോ? പറയാനോ ഏതൊരു അർഹത ഉള്ളവനാണല്ല. പക്ഷേ ഖബറിനെ കുറിച്ചുള്ള ഭയാനക രൂപത്തിലുള്ള അല്ലാ ഖബറിനെ കുറിച്ച് പോലെ പറയുമ്പോ പേടിയാണ്. സാധുവായ എനിക്ക് പറയാൻ പോലെ അർഹത ഉള്ളവനല്ല. എൻ്റെ പ്രിയമുള്ളവരെ, എന്താണ് ഖബർ ജീവിതം? ആ ഖബർ ജീവിതത്തിൽ എന്തായിരിക്കും? ആദ്യത്തെ ദിവസത്തിൽ നമ്മളുടെ എല്ലാം കഫനെല്ലാം ചെയ്ത് ഖബറിൽ വെച്ച ഉടനെ ഞങ്ങളുടെ എല്ലാ 3 ദിവസങ്ങൾ ആ മൂന്നാമത്തെ ദുആ ആചരിക്കുന്നത് എന്താണെന്നറിയുമോ? മനുഷ്യന്റെ ആദ്യമായി 2 കണ്ണുകൾ താഴ്ന്നു വീഴുകയാണ്. ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളിലും, മൂക്കിന്റെ ദ്വാരങ്ങളിലും, ചെവിയുടെ ദ്വാരങ്ങളിലും, എല്ലാ ദ്വാരങ്ങളിലും രക്തം വരുന്നു. സുബ്ഹാനല്ലാഹ്, സഹിക്കാൻ കഴിയുന്നില്ല. ദുനിയാവിൽ സിനിമാ താരങ്ങളുടെ സ്നേഹിച്ച്, സ്പോർട്സ് താരങ്ങളുടെ സ്നേഹിച്ച്, അവരവരുടെ അടയാളങ്ങൾ നിന്റെ ശരീരത്തിലോ, നിന്റെ മേടിലോ, നിന്റെ തലമുടിയിലോ നീ അടയാളപ്പെടുത്തിയ യുവാവേ, നിന്റെ ഖബറിലേക്ക് ഒരു സിനിമാ താരം വരുന്നില്ല. നിന്റെ ഖബറിലേക്ക് ഒരു സ്പോർട്സ് താരം വരുന്നില്ല. നിന്റെ ഖബറിലേക്ക് ഒരു കാമുകിയും വരുന്നില്ല. നിന്റെ ഖബറിലേക്ക് ഒരു കാമുകനും വരുന്നില്ല. നിന്റെ ഖബറിലേക്ക് നിന്റെ ക്ലബ് മെമ്പർമാർ വരുന്നില്ല. നിന്റെ ഖബറിന് ഏകമായാണ് എല്ലാ ചോദ്യത്തിലേക്ക് മറുപടി പറയേണ്ടത്. ഖബറിൽ ആദ്യമായി വരുന്നത് മലക്കാരാണ്. ആരാണ് അത് ആദ്യമായി വരുന്നത്? ആദ്യമായി ഖബറിലേക്ക് വരുന്നത് റഹ്മാനുള്ളവർ മലക്ക് ആദ്യമായിട്ട് ഖബറിലേക്ക് വരുന്നതാണ്. ആരാണ് ഈ മലക്കെന്നറിയുമോ? മണ്ണിന്റെ അടിഭാഗത്തിൽ നിന്ന് കറങ്ങുന്ന മലക്കാൻ ആദ്യമായി നിന്റെ ഖബറിലേക്ക് വരുന്നു. നിന്റെ ഖബറിൽ നിന്റെ ആത്മാവ് മാത്രമാണ്, നിന്റെ ഡെഡ് ബോഡി മാത്രമാണ് ഖബറിന്റെ ഉള്ളിലുള്ളത്. നിന്റെ ആത്മാവ് ആകാശത്തിലിരിക്കുമ്പോൾ ആ മലക്ക് നിന്റെ ഖബറിലേക്ക് വരുകയാണ്. നിന്റെ ഖബറിന്റെ ഉള്ളിൽ വന്ന് നിന്റെ ആത്മാവിനൊന്നു ചേർക്കുകയാണ്. നിന്റെ ആത്മാവിനെ ചേർത്ത ഉടനെ നിന്റെ 2 കണ്ണുകൾ ഇങ്ങനെ മുച്ചുകയാണ്. അപ്പോഴാണ് നീ ചിന്തിക്കുന്നത്, ഞാൻ കളിക്കുന്ന സന്ദർഭത്തിലാണോ, ഇല്ലെങ്കിൽ ഐസിലിരിക്കുന്ന സന്ദർഭത്തിലാണോ എന്റെ റൂഹ് പോയത്, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണോ റൂഹ് പോയത്? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിന്റെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ വീടുറ്റായ ഒരു വീടിലാണ്, ഖബറിന്റെ ഉള്ളിലാണ്. എത്ര വിളിച്ചെങ്കുലാറ് കേൾക്കുന്നില്ല. റബ്ബേ, എന്തോ ഒരു വീടാണ്, ഒരു പ്രകാശമില്ലാത്ത വീടായി പോയല്ലോ. എവിടെയാണ് വന്നത്, എവിടെയാണ് വന്നത് വന്ന് നിനക്കൊന്നും ഓർമ്മയില്ല. അപ്പലാണെന്നുള്ള മലക്ക് ആദ്യമായി നിന്നോട് വരുന്നു, നിന്നോട് വന്ന് പറയുന്നു, നീ ദുനിയാവിൽ ചെയ്ത എല്ലാ നന്മ കാര്യങ്ങളുടെ എഴുതടാ. എഴുതുന്നത് എങ്ങനെ? പേനില്ലല്ലോ, പുസ്തകമില്ലല്ലോ, എങ്ങനെയാണ് എഴുതുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് റഹ്മാനെന്നുള്ള മലക്ക് പറയുന്നു, നീ ധരിച്ച കഫൻ വസ്ത്രമുണ്ടല്ലോ, അതിന്റെ കീഴ് മുറിച്ച് നീര് കൊണ്ട് നീ എഴുതെന്ന് പറയുന്നു. അല്ലാഹ് ഖബറിൽ വെച്ച് എല്ലാം എഴുത ഉടനെ ആ വ്യക്തിയുടെ മേൽ, ആ വ്യക്തി ചെയ്യുന്ന
നന്മകൾ തിന്മകളെല്ലാം അദ്ദേഹത്തിന്റെ മേൽ ഇങ്ങനെ തൂക്കുന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ മേൽ ഇങ്ങനെ ഇട്ടുടനെ അദ്ദേഹത്തിന്റെ റൂഹ് പിന്നോട് കൊണ്ടുപോകുന്നു. പിന്നെയാണ് മുൻകർ നകീർ അലൈഹിസ്സലാം അവിടെ വരുന്നത്. അവിടെ വന്ന് നിങ്ങളുടെ ചോദ്യമെല്ലാം കഴിഞ്ഞ ഉടനെ, അവിടെ വന്ന് എല്ലാ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ ഉടനെ ഒരു ഭംഗിയുള്ള നല്ലൊരു വ്യക്തിനെ ഇങ്ങനെ കാണുന്നു. മുഖമെന്ത് പ്രകാശിക്കുന്നു, ഇതാരാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചോദിക്കുന്നു, അല്ലയോ ഈ ഖബറിൽ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ മുഖം ഇത്ര പ്രകാശിക്കുന്നത് എന്തിനാണെന്ന് അപ്പോഴാണ് ആ വ്യക്തി പറയുന്നത്, നിന്റെ ഉമ്മാന്റെ വയറ്റിൽ നീ ആ ഒരു ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോൾ എങ്ങനെ ഇത്രത്തോളം വലുതായി? നിന്റെ ആ ചെറിയ വായിൽ പോൽ നീ എത്ര തെറ്റ് ചെയ്തവനായെങ്കിൽ സ്വലാത്ത് ചെന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? നീ ചൊല്ലിയ സ്വലാത്താണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദുനിയാവിലൊന്നും വരുന്നില്ല, കൊട്ടാരങ്ങൾ വരുന്നില്ല, ഒരു വസ്തുക്കൾ വരുന്നില്ല. ഞങ്ങൾ ചെയ്ത അമലല്ലാതെ ഒരു വസ്തുക്കൾ ആ ഖബറിലേക്ക് വരുന്നില്ല. അതായിരിക്കും മനുഷ്യന്മാരുടെ അവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണം. ഇന്ന് മുൻപ് വരുന്ന ജീവിതത്തിന്റെ ഒരു ശ്രദ്ധിക്കണം. ആ ഖബറിന്റെ ഭയാനകമായ രൂപത്തിലെ ഏത് കിണി കൊണ്ട് കുടുങ്ങാൻ പാടില്ല എന്നുള്ള ദൃഢനിർധാരം എടുക്കണം. സമയമില്ലാതെ കൊണ്ട് ഞാൻ നിർത്തിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما والله لو علم الأنام لما خلقوا لما غفلوا وناموا. ممات ثم قبر ثم حشر وتوبيخ وأهوال النظام. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരും വിധികർത്താക്കൾ, സ്നേഹം നിറഞ്ഞ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എക്സ്പ്ലോറിക്ക ഈ ഒരു വേദിയിൽ എനിക്ക് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ലഭിച്ചതായ വിഷയം മരണം എന്നതിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഒരൽപ്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. മരണം ഒരു വല്ലാത്ത യാഥാർത്ഥ്യം തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ കണക്കുകൂട്ടി വെച്ച മനുഷ്യരാണ് വളരെ പെട്ടെന്ന് മലക്കുൽ മൗത്ത് അസ്റായീലിന്റെ കൂടെ സർവ്വതും വിട്ടെറിഞ്ഞു പോകേണ്ടി വരുന്നത്. ആശകളും പ്രതീക്ഷകളുമായി കാത്തിരുന്ന മനുഷ്യരിലേക്ക് ക്ഷണിക്കപ്പെടാത്ത വിരുന്നുകാരനായാണ് മലക്കുൽ മൗത്ത് കടന്നു വരുന്നത്. ഇതെല്ലാം തികഞ്ഞ യുക്തിയോടെ, ഇതെല്ലാം ഹകീമായ തികഞ്ഞ യുക്തിയോട് കൂടെ മാത്രം സർവ്വതും സംവിധാനിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല. ഒരു മനുഷ്യൻ ജനിച്ചു എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം അവൻ മരിക്കുന്നതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മുടെ ജീവിതവും നമ്മുടെ മരണത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തികഞ്ഞ യുക്തിയും തീരുമാനവും ആസൂത്രണവും ഉണ്ട്. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൗത്തും ഹയാത്തും ക്രമീകരിച്ചത് തന്നെ ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ സൽക്കർമ്മം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം ഒരു വല്ലാത്ത യാഥാർത്ഥ്യമാണ്.
നാം എത്ര മറക്കാൻ ശ്രമിച്ചാലും, നാം എത്ര മരണത്തെ തൊട്ട് അകർന്നിരുന്നാലും മരണം ഒരു ദിവസം നമ്മെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയേ, നിങ്ങൾ അവിടുന്ന് പറയണം, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ അകന്നിരിക്കാൻ ശ്രമിക്കുന്നത്, ആ മരണത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ചിരിച്ചും കളിച്ചും തമാശയുമായി സംസാരിച്ചു കൊണ്ടിരുന്ന സ്വഹാബികളുടെ അടുക്കലേക്ക് ചെന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയുന്നു, ലൗ തഅലമൂന മാ അഅലമു ലദഹിഖ്തും ഖലീലൻ വലബഖീതും കസീറാ. ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചിരിക്കുമായിരുന്നു. വലബഖീതും കസീറാ, കൂടുതലായി നിങ്ങൾ കരയുമായിരുന്നു. എവിടെ, എപ്പോൾ, എങ്ങനെ എന്നറിയാതെ മരണം നമ്മെ കാത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം 70 പ്രാവശ്യം ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ ഒരു മനുഷ്യനെ 70 പ്രാവശ്യം ദിവസത്തിൽ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിരികളും നമ്മുടെ കളികളും നമ്മുടെ തമാശകളും ആ മലക്ക് കാണുന്നുണ്ട്. നമ്മുടെ വിഡ്ഢിത്തരമോർത്ത് അടുത്ത നിമിഷം മരിക്കേണ്ട മനുഷ്യനല്ലേ, ആ മനുഷ്യതാ ദുനിയാവിന്റെ ചിന്തയിലൂടെ സമയം കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. അമാ വല്ലാഹി ലൗ അലിമൽ അലാമു ലിമ ഖുലിഖു ലമാ ഗഫലു വനാമു. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ മനുഷ്യനുണ്ടല്ലോ, അവൻ ഒരിക്കലും അശ്രദ്ധയിലാവുമായിരുന്നില്ല, അവൻ ഒരിക്കലും ഉറക്കിലായി സമയം കളയുമായിരുന്നില്ല. മമാതും സുമ്മ ഖബറും സുമ്മ ഹശറു വതൗബീഖും വഅഹ്വാലുൻ നിളാമു. മരണത്തിന് ശേഷം ഖബറിനെ അഭിമുഖീകരിക്കാനുണ്ട്. മരണത്തിന് ശേഷം ഖബറും മഹ്ശറ തുടങ്ങിയ വലിയ വലിയ അത്ഭുതങ്ങളെയാണ് ഞങ്ങൾ അഭിമുഖീകരിക്കാനുള്ളത്. ഇതെല്ലാം മനസ്സിലാക്കിയ മനുഷ്യൻ എങ്ങനെയാണ് സന്തോഷത്തോടെ കൂടി ജീവിച്ച് ആറാടുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിനെ മനസ്സിലാക്കേണ്ടതുപോലെ നാം മനസ്സിലാക്കിയെങ്കിൽ, മരണത്തെ നാം അറിഞ്ഞതുപോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ നാം ഒരിക്കലും ചിരിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട്, ചിരിച്ചും കളിച്ചും തമാശയുമായി ജീവിച്ച സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ലൗ തഅലമൂന മാ അഅലമു ലദഹിഖ്തും ഖലീലൻ വലബഖീതും കസീറാ. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും കൂടുതലായി നിങ്ങൾ കരയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിന് വല്ലാത്ത വേദനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നലിൽ മൗതി ലസകറാത്ത്. മരണത്തിന് വളരെ വേദനയാണ്. അതല്ലേ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ സമൂഹത്തിന്റെ താൽപര്യപ്രകാരം, അവിടുത്തെ സമൂഹത്തിന്റെ അവകാശപ്രകാരം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമി എന്നവരെ ജീവിപ്പിക്കുന്നു. എന്നിട്ട് ആ സാമിനോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു മരണത്തിന്റെ വേദന എന്ന് ചോദിച്ചപ്പോൾ സാം പറയുന്ന ഒരു കാര്യമുണ്ട്. മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം എന്റെ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ എനിക്കുണ്ടായിരുന്ന വേദനയുണ്ടല്ലോ, ആ വേദന ഇന്ന് വരെ എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന്
മാറിയിട്ടില്ല. എപ്പോഴാണ് പറയുന്നത്? ആ സാമി എന്നവർ മരിച്ചിട്ട് 4000 വർഷം കഴിഞ്ഞിരുന്നു. എന്നിട്ട് പോലും ആ മരണത്തിന്റെ വേദന ആ തൊണ്ടക്കുഴിയിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം ആ മരണത്തിന്റെ വേദന എന്താണ്, ആ മരണത്തിനുള്ള വേദന എന്താണെന്ന് നാം മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ ലളിതമായ മരണവേദനയാണ് തന്നിട്ടുള്ളത്. ഇബ്രാഹിം നബി ആണെങ്കിലോ പറയുന്നത് കടുംബരത്തിൽ നിന്ന് മുള്ളിനെ പറിച്ചെടുക്കുന്ന വേദനയാണ് മരണത്തിന് എന്ന് ഇബ്രാഹിം നബി പറയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നാം മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ദുനിയാവിന്റെ ചിന്തയിലായിട്ട് സമയം കളയാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ومن عصت زوجها طوعا لعاهرها وبالأماني منه تلك تعتصم. قلب رمى لحمة من فيه لسمك في شط نهر ففات الحوت واللحم. ബഹുമാനവും ആദരം നിറഞ്ഞ ഉസ്താദുമാരെ, സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയ മുതഅല്ലിമീങ്ങൾ അടക്കമുള്ള വിദ്യാർത്ഥികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടി പുകഴ്ത്തിയ ഈ മഹത്തായ സമയത്തിൽ ദാമ്പത്യ ജീവിതം എന്ന കാലിക വിഷയത്തെ കുറിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ഒറ്റപ്പെട്ട് ജീവിക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ഒരു കുടുംബമായി ജീവിക്കാനുള്ള സംവിധാനത്തോടെ മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ഉടനെ ഇണയായ ഹവ്വാ ബീവിയെ അല്ലാഹു സൃഷ്ടിച്ചു. ആ ദമ്പതികളിലൂടെയാണ് മനുഷ്യ കുടുംബം ആരംഭിച്ചത്. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, വബസ്സ മിൻഹുമാ റിജാലൻ കതീറൻ വനിസാ. ആ ഇണകളിൽ നിന്ന് നിരവധി പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു പടച്ചുവിട്ടു. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാലത്തും എല്ലാ രാജ്യത്തും മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. ആ കൂട്ടുജീവിതം നിലനിന്ന് പോകാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏതൊരു കുടുംബത്തിന്റെയും തുടക്കം വിവാഹമാണ്. അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ച വാക്യങ്ങൾ ഉപയോഗിച്ച രണ്ട് ശരീരങ്ങളെയും മനസ്സിനെയും പരസ്പരം യോജിപ്പിക്കുന്ന സംവിധാനമാണ് വിവാഹം. വിവാഹിതരാകുന്ന ദമ്പതികളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന. ഭാര്യ ഭർത്താക്കന്മാർ വസ്ത്രങ്ങളെ പോലെയാണ്. വസ്ത്രം മനുഷ്യനെ സദാസമയം ഒറ്റി നിൽക്കുന്നത് പോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വാക്കിലും പ്രവൃത്തിയിലും വികാര വിചാരങ്ങളിലും തെറ്റാതെ പിണങ്ങാതെ ഒരുമിച്ച് നിൽക്കണം. പക്ഷേ കുടുംബ ബന്ധം തകർന്നു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും വ്യാപകമായപ്പോൾ സമയം മുഴുവനും സ്ക്രീനിന്റെ മുന്നിൽ തീർക്കാൻ തുടങ്ങിയപ്പോൾ പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കാനോ സ്നേഹം കൈമാറാനോ ഭാര്യ ഭർത്താക്കന്മാർക്ക് സമയമില്ലാതെയായി. യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ നിലനിൽപ്പ് തന്നെ മനസ്സ് തുറന്ന സംസാരങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഇസ്ലാം ഇണകൾ തമ്മിലുള്ള സംസാരത്തെ ഏറെ പ്രോത്സാഹിപ്പിച്ചത്.
ഇശാ നിസ്കാരം കഴിഞ്ഞാൽ രാക്കഥ പറഞ്ഞിരിക്കുന്നത് കറാഹത്താണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർക്ക് വിശുദ്ധ ഇസ്ലാം എത്ര സംസാരിക്കാനുള്ള അവകാശം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. അതല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലാ സമറ ഇല്ലാ ലിസലാസത്തിൻ മുസല്ലിൻ ഔ മുസാഫിരിൻ ഔ അറൂസ്. 3 ആളുകൾക്ക് മാത്രമേ രാത്രിയിൽ സംസാരിക്കാൻ അവസരമുള്ളത്. 3 ആളുകൾക്ക് മാത്രമേ രാത്രിയിൽ സംസാരിക്കാൻ അവസരമുള്ളത്. ഒന്ന് യാത്രക്കാരനും മറ്റൊന്ന് നിസ്കരിക്കുന്നവനും മൂന്നാമനായി വിവാഹിതനുമാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടുംബ ബന്ധം തകർക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയകളിലൂടെയുള്ള ഔഹിത ബന്ധം. ആദ്യം മിസ് കോളുകളിലൂടെയും വാട്സ്ആപ്പ് ചാറ്റുകളിലൂടെയും തുടങ്ങുന്ന ചെറിയ ബന്ധങ്ങൾ അവസാനം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് ഒളിച്ചു ഓടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്ന കാലഘട്ടത്താണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബന്ധം എത്രയാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതല്ലേ മഹാനായ ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കൂഫയിൽ നിന്ന് ഹിരത്തിന്റെ നാട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ നാട്ടുകാരെല്ലാവരും അവരുടെ ധീരനായ പടനായകന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതി, ഈ പ്രപഞ്ചം മുഴുവനും കടക്കാൻ കാരണക്കാരായ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സർവരേക്കാളും ഏറ്റവും ആദരണീയരായ അല്ലാഹുവിന്റെ ദൂതരായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ സുജൂദ് ചെയ്യപ്പെടാൻ ഏറ്റവും അർഹരേ. ഞാൻ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടത്തോട് പറഞ്ഞു, നബിയേ, ഞാൻ ഹിരത്തിലൂടെ ചെന്നപ്പോൾ ആ നാട്ടുകാരെല്ലാവരും പടനായകന് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു. നബിയേ, ഞങ്ങളല്ലേ തങ്ങൾക്ക് സുജൂദ് ചെയ്യപ്പെടാൻ ഏറ്റവും അർഹര് എന്ന് ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. അല്ലാഹുവിനല്ലാതെ ഒരു പടപ്പിനും സുജൂദ് ചെയ്യാൻ അനുവാദമില്ല. അങ്ങനെ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയ്ക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചേനെ. നോക്കു സഹോദരങ്ങളെ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടപ്പാട് എത്രയാ. ആ ബാധ്യതകളെല്ലാം മറന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പല പുരുഷന്മാരുമായി ജീവിക്കുന്ന ദുനിയാവ് ആഖിറ നഷ്ടപ്പെടുന്ന ദുരന്തമല്ലേ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. റസ്സാനത്തിൽ പറയുന്നുണ്ട്, വമൻ അസത് സൗജഹാ തൗഅൻ ലിആഹിരിഹാ വബിൽ അമാനി മിൻഹു തിൽക തഅതസിമു കൽബുൻ റമാ ലഹ്മതൻ മിൻ ഫീഹി ലിസമക ഫീ ശത്തി നഹരിൻ ഫഫാതൽ ഹൂതു വൽ ലഹ്മു. കാമുകന്മാരുടെ വാഗ്ദാനങ്ങൾക്ക് പുറകെ പോയി ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഭാര്യമാരുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ? ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഭാര്യമാരുടെ അവസ്ഥ ഒരു നായയുടെ അവസ്ഥയാണ്. ആ നായ പുഴക്കരയിലൂടെ ഒരു ഇറച്ചി കഷ്ണം കൊണ്ട് നടക്കുമ്പോൾ മീൻ കിട്ടാൻ വേണ്ടി പുഴയിലേക്ക് ഇറച്ചി എറിഞ്ഞു. അവസാനം മീനും നഷ്ടപ്പെട്ടു, ഇറച്ചിയും നഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ ഭർത്താവിനെ വഞ്ചിക്കുന്നവർക്ക് ഭർത്താവും നഷ്ടപ്പെടും, കാമുകനും നഷ്ടപ്പെടും. നമ്മെല്ലാവരും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ. بسم الله ما شاء الله كان ما لم يشاء ولا يكن ولا حول ولا قوة إلا بالله العلي العظيم.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എക്സ്പ്ലോറിക കലാവേദികയിലാണ് നമ്മളെല്ലാവരും ഓർമ്മിച്ചു കൂടിയിട്ടുള്ളത്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തിലാണ്, മഹത്വമേറിയതായ റബീഉൽ അവ്വലിലാണ് നാം ഓർമ്മിച്ചു കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഓർമ്മിച്ചു കൂടലിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതം എന്നുള്ളത് പ്രയാസം, പരീക്ഷണങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഉണ്ടാക്കിയതും നമ്മൾക്ക് വേണ്ടി ചില കൽപ്പനകളെല്ലാം കൽപ്പിച്ചതും അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചതും ആ ഹബീബായ തങ്ങൾ പറഞ്ഞു തന്നതായ ഇൽമിനെ അനുസരിച്ച് ജീവിക്കലാണ്. മറുപക്ഷത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിഗണ്യമായ ഒരു ശത്രുവിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ഇബ്ലീസ്. ആ ഇബ്ലീസ് നാം ചെയ്യുന്ന ഓരോരോ അമലിനും, നാം പ്രവർത്തിക്കുന്ന ഓരോരോ പ്രവർത്തനക്കും ആ ഇബ്ലീസ് വന്ന് നമ്മൾക്ക് വസ്വാസ തരുകയാണ്. അതൊരു പ്രയാസമാണ്, അതൊരു കഷ്ടമാണ് എന്നുള്ള ഒരു ഭാവന നമ്മളുടെ മനസ്സിൽ ഉള്ളിൽ അവൻ ഊതുകയാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്തു നോക്കിയാൽ എത്രയോ പ്രയാസങ്ങളും എത്രയോ കഷ്ടങ്ങളും എത്രയോ പ്രതിസന്ധികളുമായി ഹബീബായ തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒരൊറ്റൊരു സ്ഥലത്തിലും ഒരൊറ്റൊരു സമയത്തിലും അള്ളാഹു പറഞ്ഞതായ അള്ളാഹു കൽപ്പിച്ചതായ ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. മഹാനായ ത്വൽഹ ഇബ്നു റളിയല്ലാഹു അൻഹു പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. മഹാനായ ത്വൽഹ ഇബ്നു റളിയല്ലാഹു അൻഹു മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി പറയുന്നു, നബിയേ, കല്യാണം കഴിച്ച് എത്രയോ കൊല്ലങ്ങളായി നബിയെ, കുട്ടികളായിട്ടില്ല, സന്താനങ്ങളായിട്ടില്ല നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ ത്വൽഹ, നീ ഒന്ന് ക്ഷമിക്ക്, അല്ലാഹു തരും, അല്ലാഹു കണക്കാക്കിയതെല്ലാം തരുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അങ്ങനെതാ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോവുകയാണ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ട് മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാ അതാ അവിടെ ബൈത്തിൽ നിന്ന് ഒരു കുട്ടി വരുന്നു. മഹാനവർകൾക്ക് വളരെ സന്തോഷമാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി സന്തോഷ വാർത്ത പറയുന്നു. അങ്ങനെതാ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഒരു കച്ചവടത്തിന് വേണ്ടി പുറത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു ആവശ്യം വരുകയാണ്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു അതാ തന്റെ മകനെ നോക്കി മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു അത്രയും നഫ്സ് കൊണ്ട് സ്നേഹിച്ച ആ മകനോട് പറയുന്നു, ഓ മകനെ, ഞാനതാ പുറത്തുപോയി വരാൻ കുറെ ദിവസങ്ങളെല്ലാം കഴിയും. ഓ മോനെ, നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതാ നെറ്റിലേക്ക് ഒരു ചുംബനം കൊടുത്തുകൊണ്ട് തന്റെ ഭാര്യയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, എന്റെ മകനെ ശ്രദ്ധിക്കണം ഉമ്മു സുലൈമ. അങ്ങനെതാ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കച്ചവടത്തിന്റെ യാത്രയിൽ പോവുകയാണ്. എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് മഹദിയായ ഉമ്മു സുലൈമവും അതുപോലെ മകനും അതാ വീട്ടിലാണ്. ഒരു ദിവസം ആ മകനിക്കതാ ഒരു രോഗം പിടിക്കുന്നു. ആ രോഗത്തിലായി ആ മകൻ മരണപ്പെടുകയാണ്. മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹു അതാ മഹദി തന്റെ മകനുടെ 9 മാസം വയറ്റിലേൽ ചുമന്ന ആ മകനെ സ്വന്തം കൈ കൊണ്ടതാ കഫൻ ചെയ്തും കുളിപ്പിച്ചും ദഫൻ ചെയ്യുകയാണ്. ചിന്തിക്കണം, മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ
അങ്ങനെ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു അതാ കച്ചവട യാത്രയിൽ നിന്ന് വരുകയാണ്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ മഹദിയായ ഉമ്മു സുലൈമാൻ റളിയല്ലാഹു അൻഹു തന്റെ ഭർത്താവിനിക്ക് ഒന്നും അറിയണ്ട, തന്റെ ഭർത്താവ് ആ വിഷയം കേട്ട് ഒന്നും വിഷമിക്കണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് മഹദിയായ ഉമ്മു സുലൈമാൻ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനിക്ക് അതാ നല്ല ഫുഡ് കൊടുക്കുകയാണ്. അതാ കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുകയാണ്. അതാ അവസാനമായി കിടപ്പറത്തിലേക്ക് കുറെ ദിവസങ്ങളായല്ലോ കിടപ്പറത്തിലേക്ക് അതാ സുഖം ആസ്വദിക്കാൻ വേണ്ടി ഉമ്മു സുലൈമാൻ റളിയല്ലാഹു അൻഹു അതാ തയ്യാറായി വരുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞുകൊണ്ട് മഹദിയായ ഉമ്മു സുലൈമാൻ റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ ത്വൽഹ, അല്ലാഹു റബ്ബ് ഒരു മനുഷ്യനത അമാനത്തായി തന്ന സ്വത്ത് അത് തിരിച്ചു കൊടുക്കണ്ടേ ത്വൽഹ? മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ, അത് തിരിച്ചു കൊടുക്കണം, അത് അവന്റെ ഉത്തരവാദിത്വമാണെന്ന്, അത് തിരിച്ചു കൊടുക്കൽ ഉത്തരവാദിത്വമാണെന്നതാ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ മഹദിയായ ഉമ്മു സുലൈമാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഓ അബൂ ത്വൽഹ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അമാനത്തായി തന്ന നമ്മൾക്ക് മകനതാ അല്ലാഹു തിരിച്ചു ചോദിച്ചു. ത്വൽഹ, മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പെട്ടെന്നതാ എഴുന്നേൽക്കുകയാണ്. എന്താണ് ഈ പറയുന്നത്? അതാ ഓടിച്ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓടുകയാണ്. എന്നിട്ട് അതാ പറയുന്നു, നബിയേ, അതാ ഉമ്മു സുലൈമാനെ എനിക്ക് ത്വലാഖ് പറയണം നബിയേ, ആ ഉമ്മു സുലൈമാനെ എനിക്ക് ഒഴിവാക്കണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് നീ ഒഴിവാക്കുന്നത്, എന്താണ് ഈ പ്രശ്നം? മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എത്രയോ കാലങ്ങൾ കൊണ്ടാണ് അതാ ഒരു കുട്ടി അതാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയത്. പക്ഷേ ഞാൻ അതാ കച്ചവടത്തിന്റെ യാത്രയിൽ പോയിട്ട് വരുന്ന സമയത്ത് ആ കുട്ടി അതാ മരിച്ചുപോയി നബിയേ. പക്ഷേ ഈ ഒരു വാക്ക് പോലും എന്റെ ഭാര്യയായ ഉമ്മു സുലൈമാൻ ഒരു വാക്ക് പോലും എനിക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ആ സമയത്തിൽ അതാ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അതാ എന്റെ സുഖത്തിൽ അതാ ഏർപ്പെട്ടുകൊണ്ട് ആ വിഷയമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്താ ത്വൽഹ, അതാ ഇതിലേക്ക് നീ സ്തുതിക്കണല്ലേ വേണ്ടത്? കാരണം ഇതുപോലൊരു ഭാര്യ നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും നിനക്ക് സ്തുതിക്കേണ്ടത് ബാധ്യതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ അതിൻ്റെ ഉള്ളിൽ അത് ഒരു ഖൈറും ഉണ്ടാകും എന്നത് സത്യമാണ്. ഇതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن وعد الله حق فلا تغرنكم الحياة الدنيا يغرنكم بالله الغرور. ഏറ്റവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കളെ, എൻ്റെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അവന്റെ സുവലോക ജന്നാത്തിൽ നാം ഏവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇബ്ലീസിന്റെ കെണിവലകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞു നിർത്താം. പ്രിയ സുഹൃത്തുക്കളെ, മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നാം നമ്മുടെ ജീവിതം തന്നെ നോക്കുകയാണെങ്കിൽ
നാം നമ്മുടെ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ ചെയ്തു കൂട്ടുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എത്രയോ തെറ്റുകൾ നാം ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇതൊക്കെ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. സുഹൃത്തുക്കളെ, നാം ഇബ്ലീസിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അതാ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അതാ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ കുറിച്ച് പറഞ്ഞു തരുകയാണ്. അതാ അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, അതുകൊണ്ട് ദുനിയാവിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ദുനിയാവിൽ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കട്ടെ, ഇബ്ലീസിന്റെ കാരണം കൊണ്ട് നിങ്ങൾ വഞ്ചിതരാകാതിരിക്കട്ടെ. ഇബ്ലീസ് വലിയ ശത്രുവാണ്. മുസ്ലിമീ ഈ മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നമുക്ക് അല്ലാഹു തആല ഇബ്ലീസിനെ കുറിച്ച് വിവരിച്ചു തരുകയാണ്. സഹോദരങ്ങളെ, ഒരു കാലത്ത് വലിയ സൂഫിയായിരുന്ന, എല്ലാ മലക്കുകളുടെയും നേതാവായിരുന്ന, മലക്കുൽ മൗത്ത് ജിബ്രീൽ വരെ താണുകൊണ്ടിരുന്ന ഇബ്ലീസ് അവസാന സമയത്ത് കിബറിന്റെ കാരണം കൊണ്ട് അതാ അധംപതിച്ചു പോവുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്നതാ പുറത്താക്കിയ സന്ദർഭത്തിൽ അതാ ഇബ്ലീസ് അല്ലാഹുവിനോട് പറയുകയാണ്. അതാ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഇബ്ലീസ് പറയുന്നു, എന്താണ് പറയുന്നത്? തുമ്മലആതിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. അതാ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അതാ ഇബ്ലീസ് അല്ലാഹുവിനോട് വെല്ലുവിളിക്കുകയാണ്, ഓ അല്ലാഹുവേ, ഞാൻ വലത്തിലൂടെയും ഇടത്തിലൂടെയും, ഞാൻ വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും പിൻഭാഗത്തിലൂടെയും മുൻഭാഗത്തിലൂടെയും ഞാൻ മനുഷ്യരെ നിനക്ക് നന്മ ചെയ്യാൻ വിടുകയില്ല, ഞാൻ അവരെ എപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കും. അതാ അവിടുന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിനെ വെല്ലുവിളിക്കുകയാണ്. അതാ അല്ലാഹുവിനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുകയാണ്, എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന്റെ കാരണം കൊണ്ട് ഞാൻ എല്ലാ മനുഷ്യരെയും നിനക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന്, നിനക്ക് നന്ദി ചെയ്യുന്നതിൽ നിന്ന് ഞാൻ അവരെ തടയുമെന്ന് അതാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി പറയുകയാണ്. അതാ സഹോദരങ്ങളെ, ഇബ്ലീസ് അല്ലാഹുവിനെ വെല്ലുവിളിക്കുകയാണ്. അവസാനം അതാ അന്ന് മുതൽ തുടങ്ങി അവസാനം ഈ കാലം അത്രയും ഈ സമുദായത്തിലും അതാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, അതാ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് പഠിപ്പിച്ചു തരുന്നത്? ഇബ്ലീസ് 6 കാര്യങ്ങളിലായിരിക്കും മനുഷ്യരെ എപ്പോഴും അവരുടെ ബാക്കിലൂടെ കടന്നു വരിക. അതാ പണ്ഡിതന്മാർ ആദ്യമായി പറയുന്നത്, ആദ്യമായി ഇബ്ലീസ് ഇടപെടുന്ന ആദ്യത്തെ കാര്യം എന്നുള്ളത്, ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഇബ്ലീസ് ആദ്യം ചെയ്യുന്ന പണി എന്തെന്ന് പറഞ്ഞാൽ കുഫറിലേക്ക് ക്ഷണിക്കുക എന്നാണ്. അതാ ഇതിലേക്ക് ചരിത്രം തന്നെ എത്രയോ ഉണ്ട്. അതാ ബർസീസ എന്ന വ്യക്തിയുടെ ചരിത്രം നമുക്കറിയല്ലോ. ആബിദായ വ്യക്തിയായിരുന്നു ബർസീസ. അതാ അങ്ങനെ കാടിലേക്ക് അതാ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ബർസീസ പോവുകയാണ്. ഈ സമയത്ത് അവിടെ കഥ വലിയ ആലിമിന്റെ വേഷത്തിൽ ഇബ്ലീസ് കടന്നു വരികയാണ്. അങ്ങനെ ഇബ്ലീസ് അതാ അവിടുന്ന് ബർസീസയുടെ ഗുരുവാവുകയാണ്. അവസാനം അതാ 3 ദിവസങ്ങൾക്ക് ശേഷം ബർസീസ അവിടുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ ഇബ്ലീസ് ചോദിക്കുന്നു, അല്ലയോ ബർസീസ, നിങ്ങൾ എന്തിനാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ബർസീസ അവിടുന്ന് മറുപടി പറയുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്താൽ എന്റെ പുണ്യം വർദ്ധിക്കുമല്ലോ. ആ സമയത്ത് ഇബ്ലീസ് പറയുന്നത്, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് ഈ തെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല ഇനിയും കൂലി നൽകുമെന്ന് ഇബ്ലീസ്
അവിടുന്ന് വേഷം കെട്ടി വന്നുകൊണ്ട് പറയുകയാണ്, അവസാനം അതാ കള്ളു കുടിക്കാൻ വേണ്ടി ഇബ്ലീസ് ആ ബർസീസയെ പറഞ്ഞയക്കുകയാണ്. അവസാനം കള്ളു കുടിച്ചുകൊണ്ട് അവിടെ കള്ള് തന്നിരുന്ന ആ സ്ത്രീയെ ലൈംഗിക ചൂഷണം ചെയ്തു. അങ്ങനെ അവസാനം അതാ അവിടുന്ന് ഭർത്താവിനെയും ആ ഭർത്താവിനെയും അടിച്ചു കൊന്നുകൊണ്ട് അവസാനം അതാ എല്ലാ കോടതി കയറിക്കൊണ്ട് അവസാനം ഇബ്ലീസ് അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇബ്ലീസ് പറയുകയാണ്, ഞാൻ അവസാന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ബർസീസ ചോദിക്കുമ്പോൾ ഇബ്ലീസ് പറയുന്നു, എനിക്ക് നീ ഒരു സുജൂദ് ചെയ്താൽ മതി, സുജൂദ് ചെയ്താൽ നിനക്ക് നല്ല പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ ബർസീസ അവിടുന്ന് അവസാനം കുഫറിലേക്ക് പോവുകയാണ് സുജൂദ് ചെയ്തുകൊണ്ട്. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം തന്നെ ഇബ്ലീസ് കുഫറിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ മനുഷ്യനെ ഇബ്ലീസ് കുഫറിലേക്ക് കൊണ്ടുപോയി അവസാനം എന്തുമില്ലാത്ത അവസ്ഥയായി ചത്ത് ചാകുന്ന അവസ്ഥയാണ് ഓരോ വ്യക്തിക്കും ഉണ്ടാവുക. അല്ലാഹു തആല നമുക്ക് നമ്മളെ കാത്ത് സലാമത്താക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹ് ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.